ധനുഷ്കോടി ഭാഗത്തേക്ക് പോകുന്ന വഴി ഒരുപാട് ചെറിയ ചെറിയ കുടിലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓലമേഞ്ഞ കുടിലുകളാണ് ഭൂരിഭാഗവും. ഈ വീടുകളിൽ താമസിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. നമ്മൾ രാമേശ്വരവും ധനുഷ്കോടിയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാറുണ്ട്. പക്ഷേ ഈ പ്രേത നഗരത്തിൽ താമസിക്കുന്ന ഇവരെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കാറില്ല. പോകുന്ന വഴിയിൽ കാണുന്ന കടയിൽ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ച് നല്ല മീൻകറിയൊക്കെ കൂട്ടി ഊണ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് ഊണൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവരെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കാറില്ല. നമുക്കിവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇവരുടെ ദയനീയമായ ഒരു അവസ്ഥ. അപ്പൊ നമുക്കിനി ഇവിടുത്തെ ഒരു വീട് കാണാം. ഇവര് എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ ഒരു ചേച്ചിയുണ്ട് ഇപ്പോൾ നിലവിൽ. ഇവിടുത്തെ സാഹചര്യം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അടച്ചുറപ്പുള്ള ഒരു വാതിൽ പോലുമില്ല. ഈ ഒരു തകര ഷീറ്റാണ് അവർ വാതിലായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതെല്ലാം മണലാണ്, വെറുതെ മണലാണ്, കടൽ മണലാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇതുപോലെ അയയൊക്കെ കെട്ടി തുണിയിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അവര് പാവിരിച്ച് കിടക്കുന്നത്. പിന്നെ ചെറിയ 1-2 പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് കാണാം. അതിനകത്താണ് തുണിയും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിരിക്കുന്നത്. ലൈറ്റ് ഒന്നുമില്ല കേട്ടോ ഇവിടെ. ഇലക്ട്രിസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഇവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാനൊന്നും സാധിക്കുകയില്ല. വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് ഇവരിവിടെ കിടക്കുന്നത്. ഇതാണ് ഇവരുടെ അടുക്കള. ഇതിനകത്തേക്ക് കയറണമെങ്കിൽ കുനിഞ്ഞു കയറണം. മണലാണ് ഇവിടെയും. ഈ മണലിൽ ഇരുന്ന് വേണം അവർക്ക് പാചകം ചെയ്യാനായിട്ട്.